നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ചതിനെതിരെ, അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്വരീഖത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാർ ഇറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു കോടതിയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്നല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ, SKSSFന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ CD കട്ടിട്ട് യഥാർത്ഥ അർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും, അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കട്ടുകൽപ്പിച്ച SKSSFന്റെ നേതാക്കൾ, അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളാ തക്ബീർ ചൊല്ലിയ നിങ്ങൾ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ? അവിടെ തക്ബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ SKSSFകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കയ്യും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ. യഖൂലു യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഗീബത്ത് പറയരുതെന്നാ പറഞ്ഞത്, ഏഷണി പറയരുതെന്നാ പറഞ്ഞത്, ചീത്ത പറയരുതെന്നാ പറഞ്ഞത്. ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടുചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ വാക്കൊന്ന് കേട്ടോ. യാ വൈലത, ഞങ്ങളെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ, പടച്ച റബ്ബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനിൻ ദിക്രി, എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. അല്ലാഹ് ബഅദ ഇദ് ജാഅനി, എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ,
ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ ഖൗമ് ഖുർആനിനെ കൈയൊഴിച്ചു അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവ്വ സ്വപ്നത്തിനുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിലൊക്കെ 1000 സ്വപ്നങ്ങളില്ലേ, നമ്മളെ മാലയിലില്ലേ, മൗലിദിലില്ലേ, പിന്നെ നിങ്ങളെന്തേ ഇങ്ങനെ പറയാൻ കാരണമെന്ന് എന്റെ സ്നേഹിതൻ ഈ അമ്പലക്കടവിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടെ? അല്ലെങ്കിൽ ചോദിക്കട്ടെ, എന്റെ CD ഒന്ന് പരിശോധിച്ചുകൂടെ? അതിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പക്ഷേ ആ CD സലഫി മുജാഹിദ് മൗലവിമാര് അവർ ജനങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടവര്, അവര് കട്ടിട്ടല്ലാതെ ഖുർആൻ പറയൂല, ഹദീസ് പറയൂല, എന്റെ ക്ലിപ്പും വെക്കൂല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതങ്ങനെ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെയും കട്ടിട്ട് കോഴിക്കോട്ട് മജ്ലിസിൽ കൊണ്ടുവന്ന് ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് സലാത്തും ചൊല്ലി പിരിവും നടത്തി ഇറങ്ങുന്ന സദസ്സിൽ നിങ്ങൾ ഈ വഞ്ചന നടത്തിയതിൽ പെട്ടിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ എസ്കക്കാരാ? പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പറയട്ടെ, തൂബൂ ഇലല്ലാഹി ജമീഅ. നിങ്ങൾ ഒന്നടങ്കം തൗബ ചെയ്ത് നിങ്ങൾ ആഖിറമൊന്ന് രക്ഷപ്പെടുത്തണേ. ഇത് പാവപ്പെട്ടവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഉപദേശമാണ്. ഞാൻ അമ്പലക്കടവിനും പൊരുത്തപ്പെട്ടു, മറ്റുള്ള അവിടെ പങ്കെടുത്ത എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും പൊരുത്തപ്പെട്ടു. കാരണം എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിസ്സുൻ ലിഅഹദിൻ. ഒരാളോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ മോനെ അനസേ? ഫഫ്അൽ, നീ അങ്ങനെ ജീവിച്ചോ. ദാലിക മിൻ സുന്നതി, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നതി, എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, സ്വർഗം സമ്പാദിക്കാൻ മാത്രം അമലൊന്നും സാധുക്കളായ ഞങ്ങളെ കൈവശത്തിലില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും അവിടുത്തെ കുടുംബമായ തങ്ങന്മാരെയും അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം